വിദേശ സംഭാവന നിയന്ത്രണ നിയമം FCRA അതിലെ ഭേദഗതി പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതിൽ നിന്ന് തൽക്കാലത്തേക്ക് കേന്ദ്ര സർക്കാർ പിന്മാറിയെങ്കിലും അതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ അതേപടി നിലനിൽക്കുകയാണ് എന്നതാണ് വസ്തുത. കാത്തലിക് ബിഷപ്സ് കൗൺസിൽ ആണെങ്കിലും BCCI ആണെങ്കിലും അല്ലെങ്കിൽ ക്രിസ്ത്യൻ സംഘടനകളുടെ ദേശീയതല സംഘടനയായ NCCI ആണെങ്കിലും എല്ലാം മാർത്തോമാ മെത്രാപ്പോലീത്ത, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, CPIM ജനറൽ സെക്രട്ടറി, KPCC അധ്യക്ഷൻ ഇവരെല്ലാം പ്രകടിപ്പിച്ച ഉത്കണ്ഠകളുടെ ആകത്തുക FCRAയിലെ പുതിയ ഭേദഗതികൾ ഭരണഘടനാ വിരുദ്ധവും നിയമപരമായ പരിരക്ഷ ന്യൂനപക്ഷങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നതിനെ അട്ടിമറിക്കാനുള്ള ശ്രമവുമാണ് എന്നാണ്. അതായത് ഭരണഘടനാപരമായി ന്യൂനപക്ഷങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന നിയമപരമായ പരിരക്ഷയെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള വ്യവസ്ഥകളാണ് FCRA ഭേദഗതിയിലുള്ളത് എന്നാണ്. അതൊന്ന് പരിശോധിക്കുക തന്നെ വേണം. കാരണം ഇപ്പോൾ രണ്ടാം UPA സർക്കാരിൻ്റെ കാലത്താണ് FCRA നിയമം ഉണ്ടായത്, പാർലമെൻറ്റ് പാസ്സാക്കിയത്. പലരും വിചാരിക്കുന്നത് പോലെ മോദി സർക്കാരിൻ്റെ കാലത്തല്ല. പിന്നീട് UPA സർക്കാരിൻ്റെ കാലത്ത് ഒരിക്കലും BJP സർക്കാർ വന്ന ശേഷം 2 തവണയുമായി 3 തവണ ഭേദഗതികൾ വന്നിട്ടുമുണ്ട്. ഇപ്പോഴത്തെ ഭേദഗതി 4ാമത്തേതാണ്. പക്ഷേ ഇപ്പോഴത്തെ ഭേദഗതിയിൽ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ വിമർശനവും ആക്ഷേപവും ആശങ്കയും പേടിയും, അതായത് ന്യൂനപക്ഷങ്ങൾക്ക്, രാജ്യത്തെ മതേതരവാദികൾക്ക്, ജനാധിപത്യവാദികൾക്ക്, ഭരണഘടനയെ ആദരിക്കുന്നവർക്ക് ഉണ്ടായിരിക്കുന്ന ആശങ്കയെക്കുറിച്ചാണ് പറയുന്നത്. എന്താണ് ഒന്നാമത്തെ കാര്യം? ഇതിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥ FCRA ലൈസൻസ് പുതുക്കാനുള്ള അപേക്ഷ നൽകുകയും അത് പുതുക്കി കിട്ടാതിരിക്കുകയും ചെയ്താൽ ബന്ധപ്പെട്ട അപേക്ഷകരുടെ സ്ഥാപനത്തിൻ്റെയോ സൊസൈറ്റിയുടെയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്ത് ആസ്തികളാണോ ഈ FCRAയുടെ പരിധിയിൽ വരുന്നത് അത് സ്ഥിരമായി ഏറ്റെടുക്കാൻ ഗവൺമെൻറ്റിന് അനുമതി, കേന്ദ്ര ഗവൺമെൻറ്റിന് അനുമതി, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് കഴിയുന്നു. കേന്ദ്ര ഗവൺമെൻറ് നേരിട്ടല്ല, അതിനൊരു പ്രത്യേക അതോറിറ്റി രൂപീകരിക്കും എന്ന് പറയുന്നുണ്ട്. ആ അതോറിറ്റിയുടെ സ്വഭാവം നിയമം ചർച്ച ചെയ്യുന്ന സമയത്ത് കൂടുതൽ വ്യക്തമാവുകയും ചെയ്യും. രണ്ടാമത്തെ കാര്യം, അപേക്ഷ നിശ്ചിത സമയത്തിനുള്ളിൽ ലൈസൻസ് പുതുക്കാനുള്ള അപേക്ഷ കൊടുക്കാതിരുന്നാലും സ്ഥിരമായി ആ സ്ഥാപനം ഏറ്റെടുക്കാം, അതിൻ്റെ ആസ്തി വകകൾ ഏറ്റെടുക്കാം. അങ്ങനെയാണ്. പിന്നെ ഈ സ്ഥാപനം, മൂന്നാമത്തെ കാര്യം, സ്ഥാപനം നിർത്തിപ്പോകാൻ തീരുമാനിച്ചു. ആ ലൈസൻസ് താൽക്കാലികമായ സ്ഥിരമായി ഫ്രീസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സറണ്ടർ ചെയ്തുകൊണ്ട് നിർത്തിപ്പോകാൻ തീരുമാനിച്ചു. അപ്പോഴും അതോറിറ്റിക്ക് സ്ഥിരമായി ഏറ്റെടുക്കാം. സ്ഥിരമായി ആസ്തി വകകൾ ഏറ്റെടുത്ത് വിൽക്കാം. ആരാധനാലയങ്ങളാണെങ്കിൽ മാത്രം വിൽക്കുകയില്ല, അത് ഏത് മതത്തിൻ്റേതാണോ ആ മതത്തിൻ്റെ മതപരമായ സ്വഭാവം പൂർണ്ണമായി നിലനിർത്തിക്കൊണ്ട് റിസീവർ ഭരണത്തിലേക്ക് കൊണ്ടുപോകും എന്നാണ് പറയുന്നത്. അപ്പോഴും അത് ആ മതത്തിൻ്റെ, മതവിശ്വാസികളുടെ, ബന്ധപ്പെട്ട മത സ്ഥാപനത്തിൻ്റെ മതമേലധ്യക്ഷന്മാരുടെയോ അവർ ഏൽപ്പിക്കുന്നവരുടെയോ അവർ ചുമതലപ്പെടുത്തുന്നവരുടെ നിയന്ത്രണത്തിലായിരിക്കില്ല. കേന്ദ്രം ഏൽപ്പിക്കുന്നവരുടെ, അതോറിറ്റി ഏൽപ്പിക്കുന്നവരുടെ ചുമതലയിലായിരിക്കും. അങ്ങനെ വരുമ്പോൾ നേരത്തെ ലൈസൻസ് പുതുക്കാതിരിക്കുകയോ ലൈസൻസ് റദ്ദാവുകയോ ചെയ്താൽ താൽക്കാലികമായി ആസ്തി വകകൾ ഏറ്റെടുക്കാം എന്നായിരുന്നു. ലൈസൻസ് പുതുക്കുമ്പോൾ തിരിച്ചു കൊടുക്കും. അതിൻ്റെ സ്ഥാനത്ത് സ്ഥിരമായി ഏറ്റെടുക്കാം എന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം രാജ്യത്തെ സർക്കാരിതര സന്നദ്ധ സംഘടനകളുടെ ഇത്തരം പ്രവർത്തനങ്ങളെ പൂർണ്ണമായിട്ടും ഏറ്റെടുക്കാം, സർക്കാരിന് ഏത് സമയത്തും സർക്കാരിൻ്റേതാക്കി മാറ്റാം എന്ന ആശങ്കയാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഇതിനെ എതിർക്കുന്നവരെല്ലാം പ്രധാനമായി ചൂണ്ടിക്കാട്ടുന്നത്. ഇപ്പം ഏതെങ്കിലും മതത്തിൻ്റെയോ ഏതെങ്കിലും വിഭാഗത്തിൻ്റെയോ സ്ഥാപനങ്ങൾ ഉന്നം വെച്ചല്ല എന്ന് കൃത്യമായി വിശദീകരിക്കാൻ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി സത്യാനന്ദ റായിയും കേന്ദ്രമന്ത്രി കിരൺ റിജിജു അടക്കമുള്ളവർ ശ്രമിച്ചിട്ടുണ്ട്, പാർലമെൻറ്റിലും പുറത്തും ശ്രമിച്ചിട്ടുണ്ട്. മതപരമല്ല ഈ ബില്ല്, മതത്തിനെതിരല്ല, സമുദായത്തിനെതിരല്ല, ന്യൂനപക്ഷങ്ങൾക്കെതിരല്ല എന്നവർ പറയുന്നുണ്ട്. പക്ഷേ വ്യവസ്ഥകൾ അതിൻ്റെ സ്വഭാവം കൊണ്ട് ന്യൂനപക്ഷങ്ങളുടെ ഇത്തരം, കാരണം രാജ്യത്ത് ഏറ്റവും അധികം വിദേശ സംഭാവനകൾ സ്വീകരിച്ചുകൊണ്ട് സേവന സ്ഥാപനങ്ങൾ, ധർമ്മസ്ഥാപനങ്ങൾ നടത്തുന്നത് ന്യൂനപക്ഷങ്ങളാണ്. ആശുപത്രികൾ, അനാഥ മന്ദിരങ്ങൾ, അനാഥാലയങ്ങൾ,
സ്കൂളുകൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ അല്ലാതെ ആരാധനാലയങ്ങൾ പണിയാൻ മാത്രമല്ല ന്യൂനപക്ഷങ്ങൾ വിദേശ സംഭാവനകൾ സ്വീകരിക്കുന്നത്. അപ്പോൾ ആശുപത്രികളും അനാഥാലയങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമൊക്കെ സാങ്കേതികത്വം പറഞ്ഞ് ലൈസൻസ് FCRA ലൈസൻസ് പുതുക്കിയിട്ടില്ല, റദ്ദായി എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റെടുക്കാനുള്ള സാഹചര്യം. അതായത് ലൈസൻസ് പുതുക്കി നൽകേണ്ട അതോറിറ്റി തന്നെയാണ്, ലൈസൻസ് പുതുക്കി നൽകേണ്ട വിഭാഗം സർക്കാർ തന്നെയാണ് ആ ലൈസൻസ് പുതുക്കിയിട്ടില്ല എന്ന പേര് പറഞ്ഞുകൊണ്ട് ഏറ്റെടുക്കാനുള്ള അധികാരിയായി മാറുന്നത്. ഈ ആശങ്ക ദൂരീകരിക്കാൻ കൃത്യമായി കേന്ദ്ര സർക്കാരിന് കഴിയാതെ വന്നതുകൊണ്ട് കൂടിയാണ് പാർലമെൻറ്റിൽ അത് അവതരിപ്പിക്കുന്നതിൽ നിന്ന് താൽക്കാലികമായി പിന്മാറിയത്. പക്ഷേ ഈ പിന്മാറ്റം താൽക്കാലികം മാത്രമാണെന്നും ആശങ്ക നിലനിൽക്കുകയാണെന്നും എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങളും നേതാക്കന്മാരും മുഖ്യമന്ത്രി അടക്കമുള്ളവരും പറഞ്ഞു കഴിഞ്ഞു. കൃത്യമാണത്. അപ്പോൾ FCRA നിയമത്തിലെ പുതിയ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ദൂരീകരിക്കുന്നതിന് സംയുക്ത പാർലമെൻ്ററി സമിതിക്ക് വിടണം എന്ന അഭിപ്രായം ഉയർന്നിട്ടുണ്ട്. ക്രൈസ്തവ സഭകളുടെ ദേശീയ ഏകോപന സമിതി പ്രധാനമായും ആ ആവശ്യമാണ് ഉന്നയിച്ചത്. JPCക്ക് വിടണം, JPCക്ക് വിടട്ടെ, അല്ലെങ്കിൽ സർവകക്ഷി യോഗം വിളിച്ച് രാജ്യത്തെ പാർലമെൻറ്റിൽ പ്രാതിനിധ്യമുള്ള മുഴുവൻ പാർട്ടികളിലെ നേതാക്കന്മാരുമായി സംസാരിക്കട്ടെ, അല്ലെങ്കിൽ ഇതിൻ്റെ ഗുണഭോക്താക്കളായ ന്യൂനപക്ഷ നേതാക്കന്മാരുമായി ഈ സംഘടനകളുടെ പ്രതിനിധികളുമായി സംസാരിക്കട്ടെ. രാജ്യത്ത് 16,000 FCRA അപേക്ഷകളുണ്ട്, FCRA ലൈസൻസുകളുണ്ട് എന്നാണ് കണക്ക്. അവരുടെ മുഴുവൻ പ്രതിനിധികളെ ഒന്നിച്ച് വിളിക്കാൻ പ്രായോഗികമല്ലെങ്കിലും അവർ പ്രതിനിധാനം ചെയ്യുന്നവരെ വിളിക്കട്ടെ. അങ്ങനെ ചർച്ചകളിലൂടെ ഒരു സമവായം ഉണ്ടാക്കിയ ശേഷം ഭേദഗതി കൊണ്ടുവരട്ടെ. രാജ്യ താൽപ്പര്യത്തിന്, രാജ്യസുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഭേദഗതി എന്ന് കേന്ദ്ര സർക്കാർ പറയുമ്പോൾ രാജ്യസുരക്ഷയ്ക്ക്, രാജ്യ താൽപ്പര്യത്തിന് ഒരാളും എതിരല്ല എന്ന് അടിവരയിട്ട് എല്ലാ തരത്തിലുള്ള വിമർശകരും പറയുന്നുണ്ട്. രാജ്യത്ത് വിദേശത്ത് നിന്ന്, ഒരു വിദേശ രാജ്യത്ത് നിന്ന് രാജ്യത്തെ ഒരു സംഘടനയ്ക്ക്, ഒരു സമുദായ നേതൃത്വത്തിന്, ഒരു സ്ഥാപനത്തിന് സഹായം, സാമ്പത്തിക സഹായം വരുമ്പോൾ അത് നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്കെതിരാവരുത് എന്ന കാര്യത്തിൽ ആർക്കുമില്ല സംശയം. പക്ഷേ നമ്മുടെ ഭരണഘടനയും നമ്മുടെ നിയമങ്ങളും ന്യൂനപക്ഷങ്ങൾക്കും രാജ്യത്തെ ജനങ്ങൾക്കും നൽകുന്ന ഭരണഘടനാപരവും നിയമപരവുമായ പരിരക്ഷകൾ നിലനിർത്താനുള്ള ഉത്തരവാദിത്വം രാജ്യത്തെ ഭരണാധികാരികൾക്കുണ്ട്. ആ ഭരണാധികാരികൾ FCRAയുടെ കാര്യത്തിൽ ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് പിറകോട്ട് പോകുന്നു എന്ന ആശങ്കയാണ് നിലനിൽക്കുന്നത്. ക്രിസ്ത്യൻ സംഘടനകളാണെങ്കിലും മുസ്ലിം സംഘടനകളാണെങ്കിലും മറ്റ് ഈ സർവീസ് സേവന മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുള്ള ഏത് സംഘടനയും സമുദായവുമാണെങ്കിലും പ്രകടിപ്പിക്കുന്നത് ആ ആശങ്ക മാത്രമാണ്. അത് രാജ്യവിരുദ്ധമല്ല, രാജ്യ താല്പര്യത്തിന് വിരുദ്ധമേ അല്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് താൽക്കാലികമായി മാറ്റിവെച്ച ബില്ല് ഇനി കൊണ്ടുവരുന്നതിന് മുമ്പ് ഈ തരത്തിലുള്ള സമവായ ശ്രമങ്ങൾ ഉണ്ടാവുകയാണ് പ്രധാനം. അതാണ് രാജ്യത്തെ ആളുകളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് നിയമഭേദഗതി ചെയ്യുന്നതിൻ്റെ ഒരു കാമ്പ്. മുൻപ് എല്ലാ ഭരണാധികാരികളും എല്ലാ കാലത്തും ചെയ്തിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്. കേന്ദ്ര നിയമമാണെങ്കിൽ സംസ്ഥാന നിയമമാണെങ്കിൽ ഏത് നിയമങ്ങളും കാലാകാലം ഭേദഗതി ചെയ്യുക എന്നത് ഭരണാധികാരികളുടെ, ഗവൺമെൻറ്റുകളുടെ ഉത്തരവാദിത്തമാണ്, ചുമതലയാണ്, ചെയ്യുകയും ചെയ്യും. എത്രയോ നിയമങ്ങൾ കാലാനുസൃതമായി ഭേദഗതി ചെയ്യുന്നു. പക്ഷേ അത് ബാധിക്കുന്ന ആളുകളെ, ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ടാവുക എന്നതാണ് പ്രധാനം. FCRAയുടെ കാര്യത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അതുതന്നെയാണ്. നന്ദി, നമസ്കാരം.